പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള വത്സല സഹോദരങ്ങളെ, ഈ നോയമ്പ് കാലത്ത് പീഡാസഹനത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, സഹനങ്ങളില്ലാതെ ദൈവത്തിൽ നിന്ന് കൃപ നമുക്ക് ലഭിക്കണം. സഹനം ഒരു അനുഗ്രഹമാണെന്ന് ഞാനും നിങ്ങളും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ സഹനം ഇഷ്ടമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സഹനം കർത്താവിൻ്റെ തിരുമുറിവുകളോട് ചേരുമ്പോൾ, കർത്താവിൻ്റെ കുരിശ് ചുമക്കുമ്പോൾ കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വലിയ കൃപയായി നമുക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവ് യേശു മിശിഹാ കുരിശും ചുമന്ന് വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു വ്യക്തി കർത്താവിൻ്റെ കുരിശ് ചുമക്കാനായി കടന്നു വരുന്നു. ആ മനുഷ്യൻ കുരിശ് ചുമന്നത് കൊണ്ടാണ് ആ മനുഷ്യനെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. വയലിൽ നിന്ന് വരിക ആയിരുന്നെന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അധ്വാനിച്ച് തളർന്നു വരുന്ന ആ സഹോദരൻ കർത്താവിൻ്റെ കുരിശ് ചുമക്കാൻ ഈ സഹോദരനെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ തളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും വേദനകളും ഈശോ എടുക്കും. ഞാൻ തളർന്നു എന്നും പറഞ്ഞ് മാറി നിൽക്കാതെ കർത്താവിൻ്റെ കുരിശിനെ സഹായിക്കാൻ, കർത്താവിൻ്റെ കുരിശോട് ചേരുമ്പോൾ നമ്മുടെ തളർച്ചകളും വേദനകളും ഈ നോയമ്പ് കാലത്ത് ദൈവം വിശുദ്ധ കുരിശിൽ നിന്ന് ശക്തി ഒഴുക്കി നമ്മളെ ദൈവം സഹായിക്കും. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കുരിശിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ആരെല്ലാം കഷ്ടതയിൽ ദൈവത്തെ നോക്കുമോ അവരെല്ലാം പ്രകാശമുള്ളവരായിത്തീരും. നമുക്കറിയാം, സങ്കീർത്തകൻ പറയാണ് 23, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. കർത്താവ് ഇടയനാകുന്നത് കർത്താവിൻ്റെ കുരിശ് ചുമക്കുമ്പോൾ, കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് അനുഗ്രഹമായി ഇടയനായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കഷ്ടതകൾ അനുഗ്രഹമാണെന്ന് പ്രഘോഷിക്കാൻ, കഷ്ടതകൾ അനുഗ്രഹമാണെന്ന് വിളിച്ചു പറയുവാൻ, കഷ്ടതകൾ എനിക്ക് സന്തോഷം നൽകും, കഷ്ടതകളുടെ മുന്നിൽ തളരാതെ ഞാൻ മുന്നോട്ട് പോകും എന്ന് വിളിച്ചു പറയുന്ന ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം കുരിശടയാളത്താൽ അനുഗ്രഹിക്കും. തീർച്ചയായും ആ കുരിശിൻ്റെ ശക്തിയിൽ നമ്മളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.